കണ്ണൂരിലെ മുൻ എഡിയുമായ നവീൻ ബാബുവിൻ്റെ മരണം നടന്നിട്ട് 1 മാസം പൂർത്തിയാകുമ്പോൾ ആ ദുരൂഹ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഏത് വിധത്തിലാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ അന്വേഷണം വല്ലാതെ ഇഴയുന്നുണ്ട്. അതും ഏകപക്ഷീയമായിട്ട് അന്വേഷണം പോകുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനും അങ്ങനെ അയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുമുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഏകദേശം തോന്നുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, അതായത് തൊട്ട് തലേ ദിവസമാണ്, ഈ 1 മാസം പൂർത്തിയാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത് തന്നെ. അതുവരെ അവർക്കതിനൊന്നും കഴിഞ്ഞില്ല. എന്തായാലും നമ്മൾ അതിൻ്റെ എങ്ങനെയായിരുന്നു സംഭവങ്ങൾ എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഇതെല്ലാം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദിവ്യ വന്നതും പ്രസംഗിച്ചതും പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോയതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളും നവീൻ ബാബു പോയതും കാറിൽ വഴിയിൽ ഇറങ്ങിയതും പുറത്തിന് മുന്നിൽ ഇറങ്ങിയതും അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാത്ത ഇങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം, ഇതിലെല്ലാം വ്യക്തമായ ദുരൂഹത നമ്മൾ കാണുന്നുണ്ട്. പോലീസ് ചമച്ചതാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെ നവീൻ ബാബു ബാഗും കൊണ്ടിരുന്നുവെന്നും മണിക്കൂറുകളോടെ ഇരുന്നുവെന്നും അദ്ദേഹം എന്നിട്ട് റെയിൽവേ പാളത്തിലൂടെ ഇറങ്ങി നടന്നുവെന്നും ഒക്കെ ഒരു CCTV ദൃശ്യം കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് ആ ഒരു തരത്തിലുള്ളൊരു വാർത്ത ഉണ്ടാക്കിയത് പോലീസ് സൃഷ്ടിച്ചതാണെന്ന തരത്തിൽ ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് പോലീസ് എന്തിനങ്ങനെ ഒരു വാർത്ത ചമച്ചു എന്നതും വളരെ സംശയകരമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങിയ നവീൻ ബാബു എങ്ങോട്ട് പോയി പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പോലീസിന് ഇത്രയും വളരെ സൂക്ഷ്മമായിട്ട് റെയിൽവേ സ്റ്റേഷനകത്തുള്ള CCTVകളെ പരിശോധിക്കുകയും ഇയാൾ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മണിക്കൂറുകളോളം വെളുപ്പിൻ 1:30-2 മണി വരെ അവിടെ കുത്തിയിരുന്നുവെന്നും എന്നിട്ട് ഒരു മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ട്രെയിൻ തട്ടി മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന താല്പര്യത്തോടു കൂടി ഈ റെയിൽവേ ട്രാക്കിലൂടെ ഇറങ്ങി നടന്നുവെന്നും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചെടുത്തതെന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, ഇനി ഈ നവീൻ ബാബു എന്തിനാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങിയത്? ആരെ കാണാനാണ് ഇറങ്ങിയത്? ആരെയോ കാണാനെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ആരെ കാണാൻ ഇറങ്ങിയത്? അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എത്ര നേരം അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു? ഒരു അജ്ഞാതനുമായിട്ട് ആരെയോ കാണാൻ എന്ന് പറഞ്ഞാണ് അവിടെ ഇറങ്ങിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ അജ്ഞാതൻ ആരാണ്? അയാളെ എവിടെ വെച്ചാണ്? ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണോ കണ്ടത്? അതിൻ്റെ അപ്പുറം ഇപ്പുറം എവിടെയെങ്കിലും വെച്ചാണോ കണ്ടത്? തീർച്ചയായിട്ടും ഇത്തരം വളരെ സൂക്ഷ്മമായിട്ട് CCTV ദൃശ്യങ്ങൾ വഴി കണ്ടെത്താൻ കഴിയുന്ന പോലീസിന് അതും കണ്ടെത്താം. അല്ലെങ്കിൽ തന്നെ ഇയാൾ ആട്ടോയിൽ പോയി എന്ന് പറയുന്നു. കാരണം ഈ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ മുറിയിലേക്ക് ആട്ടോയിൽ പോയെന്നും മുറിയിൽ നിന്ന് വീണ്ടും ഒരു ആട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നുവെന്നും റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ട്രെയിൻ താമസിച്ചു പോയത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുവെന്നും റെയിൽവേ ട്രാക്കിലൂടെ നടന്നുവെന്നും പിന്നീട് വീണ്ടും പുലർച്ചെ ആയപ്പോൾ വീണ്ടും അടുത്ത ആട്ടോയിൽ കയറി പഴയ മുറിയിൽ പോയി എന്നും ഒക്കെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ 2-3 ആട്ടോയിൽ ഇദ്ദേഹം യാത്ര ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പോലീസ് തന്നെ പറയുന്നതനുസരിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആട്ടോക്കാരെ കണ്ടാൽ മതിയായിരുന്നു. ഈ ആട്ടോക്കാരെ കണ്ടെത്തി ഇവിടെ വന്നു നിൽക്കുന്ന ഈ CCTV ദൃശ്യങ്ങൾ നിൽക്കുന്ന ആട്ടോയെ പിന്തുടർന്നാൽ പോലും ഈ നവീൻ ബാബുവിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ആരെ കണ്ടു, എവിടെ വെച്ച് കയറി, എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം പോലീസിന് കിട്ടുമായിരുന്നു. പക്ഷെ പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ഇനിയുണ്ട് ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രദേശത്തെ വിലപ്പെട്ട രേഖകൾ, അതും CPMന് താല്പര്യമുള്ള കുറേ ആൾക്കാർ ആ സർക്കാർ ഭൂമി കയ്യേറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ ഈ നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും അത്തരം രേഖകൾ ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ? ആ രേഖകൾ നവീൻ ബാബു എന്തെങ്കിലും കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് താല്പര്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം ആ രേഖകളിൽ എന്തെങ്കിലും കുറിയിട്ടിരുന്നോ? അങ്ങനെയാണെങ്കിൽ
അദ്ദേഹം ആ രേഖകളെല്ലാം അതിൻ്റെ എന്തെങ്കിലും രേഖകൾ അദ്ദേഹം കൈവശം ഉണ്ടായിരുന്നോ? പോലീസ് അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത് വല്ലാത്തൊരു പിന്നെ എന്തു പറയാം, ഒരു ത്രില്ലർ സിനിമയിലെ സംഭവം പോലെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനിവിടെ ഇരുന്നു കൊണ്ട് സങ്കല്പിച്ചെടുത്തതല്ല. ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ ഒരുപാട് ദുരൂഹതകൾ നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം 1 മാസം ആയിട്ടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ വന്ന് മൊഴിയെടുക്കേണ്ടി വന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചിക്കേണ്ടത് ഈ സമയത്തൊരു CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ഉയരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കേണ്ടത് നവീൻ ബാബുവിൻ്റെ കുടുംബവും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മഞ്ജുഷയും നവീൻ ബാബുവിൻ്റെ കുടുംബവും ബന്ധുക്കളും ഈ അവിടെ നവീൻ ബാബുവിനോടൊപ്പവും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പവും നിൽക്കുമെന്ന് പറയുന്ന പത്തനംതിട്ടത്തെ പാർട്ടിയും ഈ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ശക്തമായി തന്നെ നിൽക്കണം എന്നതാണ് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ ഈ അന്വേഷണം ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് കാണേണ്ടി വരും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പ്രതീക്ഷിക്കുന്ന പോലെ കേരള പോലീസിന്റെ അന്വേഷണം വെറും ജലരേഖയായി മാറുമോ? ഈ അവസാനം ഈ ഒരു 2 പെൺകുട്ടികളെയും കൊണ്ട് വിധവയായി കഴിയുന്ന മഞ്ജുഷയ്ക്ക് ഈ കേസിന്റെ പിന്നാലെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും സംശയം തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്നത് വലിയ ശക്തികളാണ്, മാഫിയകളുണ്ട്, രാഷ്ട്രീയ അധികാരം കയ്യിലുള്ള വലിയ രാഷ്ട്രീയ ശക്തികളുണ്ട്. ഇപ്പുറത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സാധാരണ സർക്കാർ ഉദ്യോഗം മാത്രമുള്ള ഒരു വീട്ടമ്മ, അത് 2 പെൺകുട്ടികൾ, പഠിക്കുന്ന 2 കുട്ടികളെ ചേർത്ത് നിർത്തേണ്ട ചുമതലകളും അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ, അവർക്ക് എത്രമാത്രം ഈ വലിയ ശക്തികളുമായിട്ട് പോരാടി ജയിക്കാൻ കഴിയും എന്നത് സംശയം തന്നെയാണ്. ഇപ്പോൾ ഈ മഞ്ജുഷയോടൊപ്പം നിൽക്കുമെന്ന് പറയുന്ന പാർട്ടി പിന്നീട് പിന്നോട്ട് പോകില്ല എന്നത് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ആ പാർട്ടിയിൽ നിൽക്കുന്ന ഈ കൂടെ നിൽക്കുമെന്ന് പറയുന്ന അവർ തന്നെ ഇപ്പുറത്ത് അതിനേക്കാൾ വലിയ ശക്തിയിൽ അതേ രൂപത്തിലുള്ളവർ, അതേ ചെങ്കൊടി പിടിക്കുന്നവർ ഈ ഇപ്പുറത്തെ ശക്തിയിൽ ശക്തമായി നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഒരു പാർട്ടി ഘടകത്തിന് മാത്രം, ഒരു ജില്ലാ ഘടകത്തിന് മാത്രം, 1-2 നേതാക്കൾക്ക് മാത്രം എത്രമാത്രം ഈ മഞ്ജുഷയോടൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നവീൻ ബാബുവിൻ്റെ മരണം നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു പ്രസംഗത്തിന് മേൽ മനസ്സ് നൊന്ത് ഉണ്ടായ ഒരു മരണവുമാണെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ദുരൂഹതകൾ നിറഞ്ഞു കിടക്കുന്നു. പ്രശാന്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിരവധിയാണ്. ഒരുപാട് സംശയങ്ങൾ പ്രശാന്തുമായിട്ടുണ്ട്. പ്രശാന്ത് എന്തിനാണ് ഇങ്ങനെ പരാതി നൽകിയത്? പരാതിയിൽ തന്നെ വ്യാജ പരാതിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പോലീസല്ല, അത് നമ്മൾ പൊതുവിൽ വാർത്തകൾ വന്നതനുസരിച്ചിട്ട് 2 പരാതിയിലും അദ്ദേഹം പെട്രോൾ പമ്പിൽ കൊടുത്ത അപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പും അല്ല, ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പേരും ഒപ്പം ഒന്ന് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. ഈ വ്യാജ പരാതിയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ഞാൻ ഈ പരാതി അയച്ചെന്ന് പ്രശാന്ത് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പരാതി കിട്ടിയോ കിട്ടിയില്ലേ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളോട് ആ ഉത്തരവാദിത്വം പറയേണ്ടതാണ് ഈ CM ഓഫീസ്. പക്ഷെ അതും പറയുന്നില്ല. ഇങ്ങനെയെല്ലാം നമ്മൾ കൂട്ടി വായിച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഗുരുതരമായ ഒരു ത്രില്ലർ സിനിമയിൽ, ഒരു ക്രൈം ത്രില്ലർ സിനിമയിലുള്ളതിനേക്കാളും വലിയ സംഭവങ്ങളാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ പാവം മഞ്ജുഷയ്ക്കും 2 പെൺകുട്ടികൾക്കും കഴിയുമോ? സംശയമാണ്.